ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നോഷണൽ ഇൻക്രിമെന്റ് സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് 3% ബേസിക് പെൻഷനിൽ വർധനവ് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആർക്കൊക്കെ ഇതനുസരിച്ച് പെൻഷനിൽ വർധനവുണ്ടാകുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്ത്യ ഗവൺമെന്റ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് മന്ത്രാലയം പെൻഷൻ ഓഫീസ് മെമ്മോറാണ്ടം നമ്പർ 19/116/2024 പോളിസി ഡേറ്റഡ് 14/10/2024 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ജൂലൈ 1 ജനുവരി 1 തീയതികളിൽ ശമ്പള വർധനവ് അനുവദിച്ചു. ഒരു ദിവസം മുൻപ്, അതായത് ജൂൺ 30 ഡിസംബർ 31 വിരമിച്ചവർക്ക് ഒരു ഇൻക്രിമെന്റ് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ താഴെ പറയുന്നു. 1. 6ാം ശമ്പള കമ്മീഷന്റെ സമയം, അതായത് 2006 മുതൽ 2015 വരെ. 2. 7ാം ശമ്പള കമ്മീഷന്റെ സമയം, അതായത് 2016 മുതൽ ഇപ്പോൾ വരെ. അതായത് ഈ നോഷണൽ ഇൻക്രിമെന്റ് ലഭിക്കുക 2006 ശേഷം വിരമിച്ചവർക്ക് മാത്രമാണ്. സർവീസിൽ ഇരിക്കുന്ന സമയത്ത് നോഷണൽ ഇൻക്രിമെന്റ് ജൂലൈ 1 ലഭിച്ചിരുന്നവർ ജൂൺ 30 വിരമിച്ചാൽ അവർക്ക് ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട സാലറിയിലെ 3% എന്ന വർധനവ് നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ 1 ജനുവരിയിൽ നോഷണൽ ഇൻക്രിമെന്റ് ലഭിച്ചിരുന്നവർ 31 ഡിസംബറിൽ വിരമിച്ചാൽ അവർക്കും ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ഇൻക്രിമെന്റ് നൽകുന്നു. ഇതിന് അർഹരായവർക്ക് 1 മെയ് 2023 മുതലുള്ള അരിയേഴ്സും നൽകാനാണ് കോടതി വിധി വന്നിട്ടുള്ളത്. എന്നാൽ കോടതി വിധിയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ ഈ SOPയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. 1. കോടതി ഉത്തരവനുസരിച്ച് നൽകുന്ന നോഷണൽ ഇൻക്രിമെന്റ് പെൻഷനിൽ മാത്രമേ വർധനവിനായി ഉപയോഗിക്കാവൂ. മറ്റ് പെൻഷനറി ബെനിഫിറ്റ്സുകളുടെ കാൽക്കുലേഷനുകളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. 2. സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ സർവീസ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ നോഷണൽ ഇൻക്രിമെന്റിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അതായത് പ്രീമേച്വർ റിട്ടയർമെന്റ് വന്നവർക്ക് നോഷണൽ ഇൻക്രിമെന്റിന്റെ ഗുണം ലഭിക്കില്ല. 3. ഡിസബിലിറ്റി എലിമെന്റ്, വാർ ഇഞ്ചുറി എലിമെന്റ് എന്നിവയുടെ കാൽക്കുലേഷനിൽ നോഷണൽ ഇൻക്രിമെന്റ് കൂട്ടുന്നതല്ല. ഫാമിലി പെൻഷനിൽ നോഷണൽ ഇൻക്രിമെന്റ് ആപ്ലിക്കബിൾ അല്ല, അതായത് ഫാമിലി പെൻഷനേഴ്സിന് ഇതിന്റെ ഗുണം ലഭിക്കില്ല. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്നിവ കണക്ക് കൂട്ടുന്നതിലും നോഷണൽ ഇൻക്രിമെന്റ് ഉൾപ്പെടുത്താൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന് ശേഷവും നോഷണൽ ഇൻക്രിമെന്റ് നൽകുന്നതിൽ നിന്നും പ്രീമേച്വർ റിട്ടയറീസിനെയും ഫാമിലി പെൻഷനേഴ്സിനെയും ബുദ്ധിപൂർവം സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് തികച്ചും വിവേചനപരമായ നടപടിയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.